ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മെച്യൂരിറ്റി. പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. അത് നിങ്ങൾക്കില്ല. പണ്ടാണെങ്കിൽ ഞാൻ അതിനെ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്തേനെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മണി നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മളെ കൂടെ ഉണ്ടാവും. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും. എന്തൊരു സാഹിത്യ പ്രയോഗം! ഇവിടെ നിന്ന് വെയിൽ കൊള്ളല്ലേ, ഈ തല വാടിപ്പോവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളെ അഭിപ്രായം? ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനം നേരിട്ടതിന്റെ വേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബം നിയമ നടപടിക്ക്. പിടിച്ചു പോലീസിനുള്ളിൽ വെച്ച ദീപക് ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്ന യുവതിയുടെ വ്യാജ ആരോപണമാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം പറയുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. കാലം മാറിയെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന നിയമവും നീതി ദേവതയും അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇതിനായിട്ട് ഇത് ആ കുട്ടീന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ബാക്കിലേക്ക് മാറി നിന്ന് വരാ, പിന്നെ മുന്നോട്ട് തന്നെ വരാ, എന്നിട്ട് അവര് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവര് സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്നൊടുക്കാം. താൻ എന്ത് തെമ്മാടിത്തോടോ കാണിച്ചേ? എന്നിട്ട് ആ തട്ടണം മുട്ടണം ഒക്കെ അവര് വീഡിയോ റെക്കോർഡ് ചെയ്യുക, അവര് സൗകര്യം ചെയ്യാണ്. നാണം കെട്ടവന്റെ ആസനത്തിൽ ആരും മുളച്ച അത് വെറുതാണല്ല. അവര് മാക്സിമം അത് മുതലെടുക്കാൻ ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവര് മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. വീഡിയോ മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മണി നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മളെ കൂടെ ഉണ്ടാവും. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? സൈബർ ആക്രമണത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം FB അക്കൗണ്ടുകൾ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് യുവതി. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി നമ്മൾ തമ്മിൽ കാണുമോ? കാണരുത്. കണ്ട അടി താൻ മേടിക്കും.